വെൽക്കം. തഹമനാണ്. നെർവസ് സിസ്റ്റം അനാറ്റമി ആൻഡ് ഫിസിയോളജി ഈ വീഡിയോ സീരീസിലെ നമ്മുടെ 5ാമത്തെ വീഡിയോ ആണിത്, 5th വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ, ആക്ഷൻ പൊട്ടൻഷ്യൽ ആൻഡ് റിഫ്രാക്ടറി. സോ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇത് 3 കൂടി ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് ഒഴിവാക്കാം. ഒറ്റയടിക്കുമ്പോൾ ഒരു ഐഡിയ മൊത്തത്തിൽ കിട്ടും. സോ അതുകൊണ്ടാണ് ഞാൻ 3 കൂടി ഒരുമിച്ച് പറയുന്നത്. നമ്മൾ ഈ RMPയും ആക്ഷൻ പൊട്ടൻഷ്യലും എല്ലാം ഡിസ്കസ് ചെയ്യുന്നത് എല്ലാം നെർവസ് സിസ്റ്റം ബേസ്ഡ് ആണ്, മറ്റ് സിസ്റ്റം ബേസ്ഡ് അല്ല എന്നുകൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം. സോ ഇതൊരു ന്യൂറോൺ ആണ്, നമ്മൾ നേരത്തെ കണ്ടതാണ്. ഈ ന്യൂറോണിന്റെ ഇതൊരു സെൽ മെംബ്രെയിൻ ആണ്. ഓക്കെ, സെൽ മെംബ്രെയിൻ നമ്മളൊന്ന് വലുതാക്കി നോക്കിക്കഴിഞ്ഞാൽ, സോ സപ്പോസ് വലുതാക്കുന്നു, ഈ സെൽ മെംബ്രെയിൻ ഒരു ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ആണ്. നമ്മൾ ഇങ്ങനെയാണ് ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ വരയ്ക്കുക എളുപ്പത്തിൽ. ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ. സോ ദിസ് എ സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ ആണ് എന്ന് നമുക്കറിയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണ രീതിയിൽ പോസിറ്റീവ് ഉള്ള ചാർജ് ആയാലും നെഗറ്റീവ് ഉള്ള ചാർജ് ആയാലും അതിനെയൊന്നും കടത്തി വിടില്ല. സോ പോസിറ്റീവ് ഉള്ള കാറ്റോൺ ആയാലും ആനോൺ ആയാലും ഒന്നിനും കടന്നു പോകാൻ പറ്റില്ല. കടക്കണമെങ്കിൽ ഇറ്റ് നീഡ്സ് സർട്ടൺ സ്പെഷ്യൽ അയോൺ ചാനൽസ് വേണം. സാധാരണ അയോൺ ചാനൽസ് ആകാം, അല്ലെങ്കിൽ വോൾട്ടേജ് ഗേറ്റഡ് അയോൺ ചാനൽസ് ആകാം, ഇല്ലെങ്കിൽ ലിഗൻ ഗേറ്റഡ് അയോൺ ചാനൽ. സോ ഇങ്ങനെയൊക്കെയുള്ള ചാനലുകൾ പ്രവർത്തിച്ചാൽ മാത്രമേ ഇതിന് പോസിറ്റീവിനും നെഗറ്റീവിനൊക്കെ അകത്തേക്ക് കടക്കാനായിട്ട് പറ്റുകയുള്ളൂ. സോ പ്രത്യേക ഘട്ടങ്ങളിൽ മാത്രമാണ്. നോർമൽ കണ്ടീഷൻസിൽ, അതായത് ഇപ്പോൾ ഇവന്റുകളൊന്നും ഇവിടെ നടക്കുന്നില്ല എന്ന ഘട്ടത്തിൽ സെൽ മെംബ്രെയിന്റെ പുറത്ത്, വീണ്ടും ഞാൻ സെൽ മെംബ്രെയിൻ ഇങ്ങനെ വരയ്ക്കത്തുള്ളൂ, സെൽ മെംബ്രെയിന്റെ പുറത്ത്, അതായത് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്, ഇവിടെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ആണ്, ഇത് ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. ഈ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിന്റെ തൊട്ടരികിൽ ഇവിടെ പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഇവിടെ ഇങ്ങനെ പോസിറ്റീവ്ലി ചാർജ് അയോൺസ് ആയിരിക്കും ഇരിക്കുക. ആൻഡ് സെല്ലിന്റെ ഉള്ളിലോ, സെല്ലിന്റെ ഉള്ളിൽ ഇവിടെ നെഗറ്റീവ് ആയിരിക്കും, നെഗറ്റീവ്ലി ചാർജ് ആയിരിക്കും. അപ്പോൾ പുറത്ത് പോസിറ്റീവ്, അകത്ത് നെഗറ്റീവ്. സോ ഇങ്ങനെ രണ്ട് ഭാഗത്ത് ചാർജ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ അപ്പോൾ ഒരു പൊട്ടൻഷ്യലായി, അല്ലെ? പൊട്ടൻഷ്യൽ നമ്മൾ അതിനാണ് പറയാം. രണ്ട് സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ സംഭവങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ദർ ഇസ് എ പൊട്ടൻഷ്യൽ എന്ന് പറയും. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നാണ് പറയാം. ഇത് നമുക്ക് അളന്നു നോക്കാം, നമുക്ക് അതിനൊരു വോൾട്ടേജ് കണ്ടുപിടിക്കാം. ഇറ്റ്സ് കറണ്ട് ആണ്. ചാർജ് ഡിഫറൻസ് ആയതുകൊണ്ട് നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കാം. ഈ ചാർജ് ഡിഫറൻസ് മൂലമുള്ള, പൊട്ടൻഷ്യൽ ഡിഫറൻസ് മൂലമുള്ള മെംബ്രെയിൻ പൊട്ടൻഷ്യലിനെ നമുക്ക് അപ്പോൾ വിളിക്കാവുന്ന പേര് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കും. സോ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്താണ്? ഇറ്റ്സ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഔട്ട്സൈഡ് ആൻഡ് ഇൻസൈഡ് ഓഫ് ദ സെൽ. അതിനാണ് നമ്മൾ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് പറയുക. മാത്രമല്ല പുറത്തുനിന്ന് അകത്തേക്ക് വരുന്തോറും നെഗറ്റീവ് ചാർജ് കൂടുതലാണ്. ഇപ്പം നമ്മൾ പുറത്ത് നിൽക്കാന്ന് വെച്ചാൽ, അകത്തേക്ക് കാലിട്ട് നോക്കാന്ന് വെച്ചാൽ, ഇവിടെ പോസിറ്റീവ് ചാർജും ഇവിടെ നെഗറ്റീവിന് തണുപ്പാണെന്ന് കൂട്ടിയാൽ അകത്തേക്ക് ചെല്ലുന്തോറും നെഗറ്റിവിറ്റി കൂടുതലാണ്. സോ നമ്മുടെ എല്ലാ സെല്ലിലും ഇങ്ങനെ തന്നെയാണ്. അത് ഒരു 5 മില്ലി വോൾട്ട് മുതൽ -100 മില്ലി വോൾട്ട് വരെ വ്യത്യാസം വിവിധ തരം സെല്ലുകൾ ഉണ്ടാകാം. ന്യൂറോൺസിൽ, നമ്മൾ ന്യൂറോണിനെ പറ്റിയാണ്, ഒരു -40 to -90 മില്ലി വോൾട്ട് വരെയൊക്കെ ഉണ്ട്. എങ്കിലും വി ടേക്ക് ആസ് -70 മില്ലി വോൾട്ട് ആണ് നമ്മൾ ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് എടുത്ത് സംസാരിക്കുന്നത്. ഇനി സ്കെലിറ്റൽ മസിലില് -90 മില്ലി വോൾട്ട് ആണ്. കാർഡിയാക്ക് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു, പല സ്ഥലങ്ങളിലും പലതാണ്. അപ്പൊ ഇനി നമുക്കറിയേണ്ടത് ഈ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാവുന്നു, എങ്ങനെ ഡെവലപ്പ് ചെയ്യും. സോ ജനസിസ് ഓഫ് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ. അപ്പൊ അത് നമ്മൾ 4 കാരണങ്ങളാണ് പറയാൻ പോകുന്നത്. 4 പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഒന്ന്, അൺഈക്വൽ ഓർ അൺഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജസ് വെച്ചിരിക്കുന്നത് വ്യത്യാസമാണ്. അതുകൊണ്ട് ചാർജ് അപ്പുറത്തും ഇപ്പുറത്തും വ്യത്യാസമാണ്. വീണ്ടും ഞാൻ സെൽ മെംബ്രെയിൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. സെൽ മെംബ്രെയിന്റെ പുറത്തും അകത്തും. ഓക്കെ, നമുക്ക് ആദ്യം സോഡിയം നോക്കാം. ഓക്കെ, സോഡിയം പുറത്തെത്ര, അകത്തെത്ര. സോ സോഡിയം നോക്കുകയാണെങ്കിൽ പുറത്ത് 142 മില്ലി ഇക്വലന്റ് ആണ് കേട്ടോ, എല്ലാം മില്ലി ഇക്വലന്റ്. വീണ്ടും പെർ ലിറ്റർ, വീണ്ടും ഞാൻ എഴുതില്ല. അകത്ത് 10. ഓക്കെ, പല ബുക്കിലും പലത് കാണാം, നമുക്കിപ്പോ ഗൈറ്റൺ എടുക്കാം. ഓക്കെ, 142 10 എന്ന് പറയുമ്പോൾ ഏകദേശം 10 ഇരട്ടിയുടെ മുകളിൽ വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലാക്കാം. കാൽഷ്യം ആണെങ്കിലോ, സപ്പോസ് ദിസ് ഇസ് കാൽഷ്യം ആണെങ്കിൽ വെറും ഞാൻ ഇത്രയും പറഞ്ഞത് 2.4 മില്ലി ഇക്വലന്റ് മാത്രമേ ഉള്ളൂ. അകത്ത് കൂടുതലാണോ കുറവാണോ നോക്കൂ, 0.0001 മില്ലി ഇക്വലന്റ് പെർ ലിറ്റർ. വളരെയധികം കുറവാണ്. എന്ന് വെച്ചാൽ ഏകദേശം 15,000 തവണ ഇരട്ടി കുറവാണ്. അതുകൊണ്ടാണ് കാൽഷ്യം അകത്തേക്ക് നമ്മൾ കയറ്റി വിടാത്തത്. കാൽഷ്യം ഭയങ്കര സംഭവമാണ്. കാൽഷ്യം അകത്ത് കയറി കഴിഞ്ഞാൽ പല സംഭവങ്ങളും നടക്കുന്നു, ഇപ്പൊ മനസ്സിലാക്കുക. സോ ഇങ്ങനെയാണ് കാൽഷ്യം വെച്ചിരിക്കുന്നത്. 2 പോസിറ്റീവായി. ഇനി നെഗറ്റീവിനെ പറ്റി
പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ബൈകാർബണേറ്റ് പറയാം. ബൈകാർബണേറ്റ് നെഗറ്റീവ് ആണ്. ബൈകാർബണേറ്റ് പുറത്ത് 28, അകത്ത് ചുമ്മാ വെറും 10. ക്ലോറിൻ ഹൈലി നെഗറ്റീവ്, പുറത്ത് 103 വെച്ചിട്ട് വെറുതെ അകത്ത് 4 വെച്ചിട്ടുള്ളൂ. എത്ര തവണ വ്യത്യാസം ഉണ്ടെന്ന് നോക്കുക. ഗ്ലൂക്കോസ് 90, അകത്ത് 0 to 20. അമിനോ ആസിഡ്സിന് ചാർജ് ഉണ്ട്. അമിനോ ആസിഡ്സ് പുറത്ത് 30 ഉള്ളൂ, അകത്ത് 200 ആണ്. ഇത് മില്ലി ഇക്വലന്റ് അല്ല കേട്ടോ, ഇതൊക്കെ മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ കണക്കിലാണ് ഞാൻ പറഞ്ഞത്. സോ ഇപ്പൊ ഞാൻ പറഞ്ഞതെല്ലാം പുറത്ത് കൂടുതലുള്ളതാണ്. ഇനി അകത്ത് കൂടുതലുള്ളതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് പൊട്ടാസ്യം. പൊട്ടാസ്യം എങ്ങനെയായിരിക്കുക? പൊട്ടാസ്യം പുറത്ത് വെറും 4, അകത്ത് 140. സോ വ്യത്യാസം ഓൾമോസ്റ്റ് സോഡിയം പോലെയാണ്, 10 ഇരട്ടി 12 ഇരട്ടി വ്യത്യാസമാണ്. സോ അകത്ത് പോസിറ്റീവ് ചാർജ് ഈസ് ബിക്കോസ് ഓഫ് പൊട്ടാസ്യം. ഇതാണ് മനസ്സിലാക്കേണ്ടത്. പുറത്ത് പോസിറ്റീവ് ചാർജ് ഈസ് ബിക്കോസ് ഓഫ് സോഡിയം. രണ്ടും പോസിറ്റീവ് ആണ്. അകത്ത് പക്ഷേ പോസിറ്റീവ് ഈസ് ബിക്കോസ് ഓഫ് പൊട്ടാസ്യം. മാഗ്നീഷ്യോ ആണെങ്കിൽ 1.2 ഉള്ളു പുറത്ത്, ഇവിടെ 58 മില്ലി ഇക്വലന്റ് ഉണ്ട്. ഇനി നെഗറ്റീവ് ചാർജ് നോക്കുകയാണെങ്കിൽ ഫോസ്ഫേറ്റ് എടുക്കാം. ഫോസ്ഫേറ്റ് പുറത്ത് വെറും 4, ചുമ്മാ 4, പക്ഷെ അകത്ത് 75 മില്ലി ഈക്വലന്റ് ആണ് വെച്ചിരിക്കുന്നത്. സൾഫേറ്റ് അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല, 1, 2, അകത്ത് ഇച്ചിരി കൂടുതലാണ്. സോ നോക്കൂ, അൺഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഇറ്റ് ഈസ് നോട്ട് സെയിം. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അൺഈക്വൽ ഓർ അൺഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജ്. മൊത്തം ചാർജുകൾ കൂട്ടിയാൽ സെയിം ആയിരിക്കും, പക്ഷെ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ സോഡിയം 142, സോഡിയം അകത്ത് വെറും 10, പൊട്ടാസ്യം പുറത്ത് വെറും 4, അകത്ത്. സോ പൊട്ടാസ്യം ഈസ് മോർ എ ഇൻട്രാസെല്ലുലാർ അയോൺ, ബട്ട് സോഡിയം ഈസ് മോർ ആൻ എക്സ്ട്രാ സെല്ലുലാർ അയോൺ എന്നൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ഇതാണ് ഒരു റീസൺ. 4 കാരണങ്ങളാണ് പറഞ്ഞത്. അപ്പൊ രണ്ടാമത്തെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് അൺഈവൻ. അവിടെയും അൺഈവൻ തന്നെയാണ്, ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് ഓഫ് ലീക്കേജ് ചാനൽ. ലീക്കേജ് ചാനൽ ആണ് ഇവിടെ വ്യത്യാസം. നേരത്തെ അയോൺ ആണ് പറഞ്ഞത്, ഇനി അയോൺ മാത്രമല്ല ചാനലും വ്യത്യാസമുണ്ട്. ഞാൻ ഈ പിങ്ക് കളറിൽ വരച്ചിരിക്കുന്നത് സോഡിയം ചാനലാണ്, ഈ ബ്ലൂ കളറിൽ വരച്ചിരിക്കുന്നത് പൊട്ടാസ്യത്തിന്റെ ചാനലുമാണ്. ഓക്കെ, കളർ കോഡ് കൊടുത്തിട്ടുണ്ട്. നോക്കൂ, നമുക്ക് സോഡിയം പുറത്ത് കൂടുതലായിട്ട് കാണാം, പൊട്ടാസ്യം അകത്ത് കൂടുതലാണ്. പക്ഷെ ചാനലിന്റെ എണ്ണം നോക്കൂ, ഞാൻ ഈ പൊട്ടാസ്യം ചാനലാണ് കൂടുതൽ വരച്ചിരിക്കുന്നത്, നീല ചാനലാണ് കൂടുതൽ, പിങ്ക് ചാനൽ കുറവാണ്. സോ മോർ പൊട്ടാസ്യം ലീക്കേജ് ചാനൽ ദാൻ സോഡിയം ചാനൽ. സോ മോർ പൊട്ടാസ്യം ലീക്കേജ് ചാനൽ ദാൻ സോഡിയം ചാനൽ. സോ പൊട്ടാസ്യം ചെറുതാണ്. പൊട്ടാസ്യം നമ്മൾ പീരിയോഡിക് ടേബിൾ സോഡിയം പൊട്ടാസ്യം എന്നൊക്കെ പറഞ്ഞ് പഠിക്കുമ്പോൾ അല്ലെ, ലിഥിയം സോഡിയം പൊട്ടാസ്യം ഇങ്ങനെയാണ് പീരിയോഡിക് ടേബിൾ. സോറി, ഇവിടെ പൊട്ടാസ്യം പഠിക്കുമ്പോൾ പൊട്ടാസ്യം ഈ സ്മോൾ, പൊട്ടാസ്യം കുഞ്ഞനാണ്, സോഡിയം കുറച്ച് വലുതാണ്. അപ്പോൾ പൊട്ടാസ്യത്തിന് വേഗത്തിലൂടെ കടന്നു പോകാം. അങ്ങോട്ട് പോകണമെങ്കിൽ അങ്ങോട്ട് പോകാം, ഇങ്ങോട്ട് പോകണമെങ്കിൽ ഇങ്ങോട്ട് പോകാം. സോ പൊട്ടാസ്യം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിക്കൊണ്ടേയിരിക്കും സാധാരണ രീതിയിൽ. സോ ഇറ്റ് ഈസ് ഫ്രീലി മൂവബിൾ ദാൻ സോഡിയം. സോഡിയത്തെ അപേക്ഷിച്ച് പൊട്ടാസ്യത്തിന് കുറച്ചും കൂടി ഫ്രീലി മൂവബിലിറ്റി ഉണ്ട്. സോ സോഡിയത്തിനകത്തേക്ക് കടക്കാൻ പ്രശ്നങ്ങളുണ്ട്. ചാനൽ കുറവാണ്, ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെയൊന്നും കടത്തിവിടത്തില്ല. സോ രണ്ടും പോസിറ്റീവ് ആണ്. പക്ഷേ പൊട്ടാസ്യം പോസിറ്റീവ് സെല്ലിന്റെ ഉള്ളിലാണ് കൂടുതൽ. പൊട്ടാസ്യം പുറത്തേക്ക് പോയി കഴിയുമ്പോൾ സോപ്പോസ് പൊട്ടാസ്യം ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സോ പൊട്ടാസ്യം പോയി, ഈ പൊട്ടാസ്യം പോയി, ഈ പൊട്ടാസ്യം പോയി, ഈ പൊട്ടാസ്യം പോയി, ഈ പൊട്ടാസ്യം പോയിക്കൊണ്ടിരിക്കുമ്പോൾ സെല്ലിനകം നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കും അല്ല. പോസിറ്റീവ് കുറയുന്നത് നെഗറ്റിവിറ്റി ആണല്ലോ. ഓക്കെ, സോ പൊട്ടാസ്യം പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ചാർജ് അകത്ത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇറ്റ് വിൽ ബിക്കം നെഗറ്റീവ് 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകം വീണ്ടും നെഗറ്റീവ് ആകും. നേരത്തെ ഓൾറെഡി നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നെഗറ്റീവ് എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം, നമ്മുടെ ശരീരം എപ്പോഴും ഹോമിയോസ്റ്റാസിന്റെ ആൾക്കാരാണല്ലോ. ഒരു പോസിറ്റീവ് പൊട്ടാസ്യം ഈസ് പോസിറ്റീവ്, പൊട്ടാസ്യം പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും എന്നാൽ കുറച്ച് നെഗറ്റീവിനെ പോയേക്കാം എന്ന് വിചാരിക്കുകയാണെങ്കിൽ അവിടെ പണി പാളും. എന്തുകൊണ്ടാണ്? ഇവിടെ ഉള്ളത് നെഗറ്റിവിറ്റി ഉള്ളത് ഒന്ന് ഫോസ്ഫേറ്റ് ആണ്, നോക്കുക ബിഗർ ആണ്, ദെൻ അമിനോ ആസിഡ്സ് ആണ്. ഈ എണ്ണനൊന്നും ഇങ്ങനെ കടന്നു പോകാൻ ഈസി ആയിട്ട് പറ്റില്ല. പോസിറ്റീവ് ചാർജ് പോകുമ്പോൾ നെഗറ്റീവ് ചാർജും കൂടി പോയി ഈക്വൽ ആക്കാന്ന് വിചാരിച്ചാൽ അതും പറ്റില്ല. ഓക്കെ, സോ ഇതിന്റെ പ്രശ്നം ഇൻഎബിലിറ്റി ഓഫ് അയോൺ ടു ലീവ് ദ സെൽ. സോ മൂന്നാമത്തെ കാരണം ഇൻഎബിലിറ്റി, കഴിവില്ലായ്മ ഓർ കഴിവ് കുറവ്. ഇൻഎബിലിറ്റി ഓഫ് അയോൺസ് ടു മൂവ് ഔട്ട്. നെഗറ്റീവ് അയോൺസിന് പുറത്തേക്ക് പോകാനുള്ള കഴിവ് ഇല്ല. ഇനി നാലാമത്തെ റീസൺ പറയുന്നതിന് മുമ്പ് ഞാൻ ആദ്യം സെൽ മെംബ്രെയിൻ വരയ്ക്കുന്നു. ഇവിടെ ഒരു സംഭവം ഞാൻ വരയ്ക്കുകയാണ്. ഇതിന്റെ പേര്, ഇതൊരു പമ്പാണ്. പമ്പ്, അതിനെ നമ്മൾ സോഡിയം പൊട്ടാസ്യം ATPase എന്നാണ് വിളിക്കുന്നത്. സോ ഇങ്ങനെ ഒരു പമ്പ് ഉണ്ട് സെൽ മെമ്പ്. ഓക്കെ, ഒരു അയൺ ചാനൽ ലിങ്ക്ഡ് പമ്പ്. ഓക്കെ, സോ നാലാമത്തെ റീസൺ ഇലക്ട്രോജനിക് നേച്ചർ ഓഫ് സോഡിയം പൊട്ടാസ്യം ATPase. സോ സെൽ മെംബ്രെയിനിൽ ഒരു പ്രോട്ടീൻ പമ്പ് ഉണ്ട്, പേര് സോഡിയം പൊട്ടാസ്യം ATPase എന്നാണ്. ഇതിന്റെ ജോലി ATP ചെലവാക്കി. ATP എന്ന് വെച്ചാൽ എനർജി ചെലവാക്കിയിട്ട് അദ്ദേഹം എന്താ ചെയ്യുന്നത്, എന്ത് പരിപാടിയാണ് ചെയ്യുന്നത് വെച്ചാൽ 3 സോഡിയത്തെ പിടിച്ച് പുറത്തേക്കാകും. സോ 3 സോഡിയം വിൽ ബി പുറത്തേക്ക് പോകും. പക്ഷെ സാധാരണ രീതിയിൽ തുല്യമായിട്ട് ചെയ്യണം. പക്ഷെ 2 പൊട്ടാസ്യത്തെ പിടിച്ചകത്തേക്ക് ഇടും. സോ 3 സോഡിയം പുറത്തേക്ക് പോകുമ്പോൾ 2 പൊട്ടാസ്യമാണ് അകത്തേക്ക് കയറുക. എന്ന് വെച്ചാൽ പുറത്തേക്ക് പോകുന്നത് 3 പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അകത്തേക്ക് കയറുന്നത് 2 പോസിറ്റീവ് ചാർജ് ഉള്ളൂ. സോ ഒരു പോസിറ്റീവ് ചാർജിന്റെ കുറവ് എന്ന് വെച്ചാൽ സെല്ലിന്റെ അകം കൂടുതൽ
കൂടുതൽ നെഗറ്റീവ് ആകുക എന്നുള്ളതാണ്. ഓക്കെ, സോ ദിസ് 4 കാരണങ്ങൾ കൊണ്ട്, ഈ 4 കാരണങ്ങൾ കൊണ്ട് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഈസ് നെഗറ്റീവ് ഹിയർ. ഇവിടെ ചാർജ് കുറവാണ്, അല്ലെങ്കിൽ നെഗറ്റിവിറ്റി ആണ്, ഇവിടെ പോസിറ്റീവ് ആണ്. എന്നാലും സെൽ വിൽ ട്രൈ ടു ബി ഇൻ ഇക്വിലിബ്രിയം. അതാണ് സെല്ലിന് ചെയ്യാൻ പറ്റുക. സെല്ലിന് അപ്പുറവും ചാർജ് ഈക്വലാക്കി നിർത്താനായിട്ട് സെൽ ശ്രമിച്ചുകൊണ്ടിരിക്കും, ഇൻഇസിക്കൽ ടു ഔട്ട് ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇങ്ങനെ സംഭവിച്ച് എപ്പോഴും കോൺസ്റ്റിറ്റ്യൂട്ട് എ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ. സോ അത് ഇവിടെ നെഗറ്റീവ് ആയിരിക്കും, ഇവിടെ പോസിറ്റീവ് ആയിരിക്കും. ചാർജ് അളന്നു നോക്കി കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞു -70 മില്ലി വോൾട്ട് ആയിരിക്കും റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ജസ്റ്റ് വേറൊരു കാര്യം കൂടി പറഞ്ഞേക്കാം. ഓരോ അയോണിനും ഓരോ സ്പെസിഫിക് ഇക്വിലിബ്രിയം പൊട്ടൻഷ്യൽ ഉണ്ട്. സോഡിയത്തിനും പൊട്ടാസ്യത്തിനൊക്കെ അവയുടേതായ ഒരു സ്പെസിഫിക് ഇക്വിലിബ്രിയം പൊട്ടൻഷ്യൽ ഉണ്ട്. ഇപ്പൊ യൂണിവാലന്റ് കാറ്റയോൺ, യൂണിവാലന്റ് എന്ന് വെച്ചാൽ ഒറ്റ വാലൻസി മാത്രമുള്ളപ്പോൾ ഇപ്പൊ സോഡിയം യൂണിവാലന്റ് ആണ്, പൊട്ടാസ്യം യൂണിവാലന്റ് ആണ്, പക്ഷെ കാൽഷ്യം ഡൈവാലന്റ് ആണ്. ഇപ്പൊ യൂണിവാലന്റിന് കണക്കാക്കാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അതിനെ നമ്മൾ പറയുക നേഴ്സ്റ്റ് ഇക്വേഷൻ എന്നാണ്. NERST ഇക്വേഷൻ, നേഴ്സ്റ്റ് ഇക്വേഷൻ എന്നാണ് നമ്മൾ അതിന് ഉപയോഗിക്കുന്ന ഇക്വേഷൻ. ആൻഡ് ഈ പൊട്ടൻഷ്യലിന്, ഒരു യൂണിവാലന്റ് അതിനുള്ള പൊട്ടൻഷ്യലിന് നമ്മൾ പറയാം നേഴ്സ്റ്റ് പൊട്ടൻഷ്യൽ എന്നാണ് നമ്മൾ അതിന് പറയുക. സോ ഓരോ അയോണിനും അത് പ്രത്യേകമാണെന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയേക്കാം. EMF ഈസ് ഈക്വൽ ടു മില്ലി വോൾട്ടിലാണ് കേട്ടോ നമ്മൾ പറയാം, മില്ലി വോൾട്ടിലാണ് നമ്മൾ പറയാം, +or-65.5 ഇൻറ്റു ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് അയോൺ ഇൻസൈഡ്, അയോണിന്റെ അളവ് ഇൻസൈഡ്, അയോൺ ഇൻസൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് അയോൺ ഔട്ട്സൈഡ്. മനസ്സിലായില്ലെങ്കിൽ പൊട്ടാസ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. പൊട്ടാസ്യം 61.5 ഇൻറ്റു ലോഗ് ഓഫ് വാട്ട് 145 ആണ് പൊട്ടാസ്യം അകത്ത്, ഉള്ളിൽ, പുറത്ത് 4 ഉള്ളൂ. അപ്പോൾ മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ -90 മില്ലി വോൾട്ട്. ഇതാണ് നേഴ്സ്റ്റ് ഇക്വേഷൻ ഫോർ പൊട്ടാസ്യം എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യത്തിനകത്തേക്ക് ഇങ്ങനെ പോകണമെങ്കിൽ -90 മില്ലി വോൾട്ട് വരെ ഉണ്ടെങ്കിൽ പോകാം എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, സോ ഇതുകൊണ്ടാണ് ഓരോ അയോണും ഓരോ പ്രത്യേക അയോൺ സമയത്തൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എല്ലാ അയോണിന്റെയും ഒരേ സമയം ഒരേ രീതിയിൽ കാണണമെങ്കിൽ വി നീഡ് ആൻ അനദർ ഇക്വേഷൻ. അതിന് പേര് ഗോൾഡ്മാൻ ഇക്വേഷൻ എന്നാണ്, ഇല്ലെങ്കിൽ ഗോൾഡ്മാൻ എന്ന് പറയാം, ഹോഡ്സ്കിൻ ദെൻ കാറ്റ്സ് ഇക്വേഷൻ എന്നാണ് പറയുക. സോ ഇത്രയൊന്നും ജസ്റ്റ് കേട്ട് വെച്ചാൽ മാത്രം മതി. ഇലക്ട്രോജനിക് നേച്ചർ വരെയുള്ള കാര്യങ്ങളാണ് നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ്. പക്ഷെ എവിടെയെങ്കിലും വെച്ച് നേഴ്സ്റ്റ് ഇക്വേഷൻ എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ എന്ത് തേങ്ങയാണ് എന്ന് ആലോചിച്ച് അന്തം വിട്ടിരിക്കണ്ട. അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്കറിയേണ്ടത് ആക്ഷൻ പൊട്ടൻഷ്യലിനെ കുറിച്ചിട്ടാണ്. ആക്ഷൻ പൊട്ടൻഷ്യൽ, സോ ഒരു റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഉണ്ട്. ഇപ്പൊ സെൽ മെംബ്രെയിനിൽ ഇവിടെ ഒരു റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഉണ്ട്. അത് -70 മില്ലി വോൾട്ട് ആണ് എന്ന് നമുക്കറിയാം. എന്ന് വെച്ചാൽ അകത്ത് നെഗറ്റീവ് ആണ്. സെല്ലിന്റെ അകം, ന്യൂറോണിനെ പറ്റിയാ പറയുന്നത്, ഏത് സെല്ലിന്റെ കാര്യം ഇത് തന്നെയാണ്, നെഗറ്റീവ് ആയിട്ടിരിക്കുകയാണ്. ഇനി ഈ സെല്ലിനകത്ത് എന്തെങ്കിലും നടക്കണമെന്നുണ്ടെങ്കിൽ ഈ നെഗറ്റിവിറ്റി പോകണം. ഈ നെഗറ്റിവിറ്റി കൊണ്ടിരുന്നു കഴിഞ്ഞാൽ സെല്ലിനകത്ത് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ യു നോ എവറിത്തിങ് എന്ന് ഞാൻ പറയും. നിങ്ങൾ പല മരുന്നുകളെ കുറിച്ചൊക്കെ പഠിക്കുമ്പോഴത്തേക്കും ഇതിനകം പോസിറ്റീവായി, ഓക്കെ, സോ ദാറ്റ് വിൽ ഹാപ്പൻ എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് ജനറൽ ഐഡിയയിലേക്ക് എത്താൻ പറ്റും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സെല്ലിനകത്ത് ഇത് സെല്ലിനകമെന്ന് വിചാരിക്കുക, ഇത് ന്യൂക്ലിയസ്, ഒരു പ്രോട്ടീൻ ഇവിടെ ഇരിക്കുന്നു, ഒരു പ്രോട്ടീൻ ഇവിടെ ഇരിക്കുന്നു. ഇത് തമ്മിൽ അടുക്കാൻ പറ്റാണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഈ പ്രോട്ടീൻ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്, ഈ പ്രോട്ടീൻ നെഗറ്റീവ് ചാർജ്. ഇവ തമ്മിൽ അടുക്കാണ്ടിരിക്കുകയാണ്. അടുക്കണമെങ്കിൽ ആ നെഗറ്റിവിറ്റി കളയാൻ ഒരു പോസിറ്റീവ് അകത്ത് കയറിയാൽ മതി. പോസിറ്റീവ് അകത്ത് കയറുമ്പോഴത്തേക്കും അവ തമ്മിൽ അടുത്തോളും. ഓക്കെ, ഇനി ഇവിടെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇത് സെൽ മെംബ്രെയിൻ കഴിഞ്ഞ് പുറത്തേക്ക് പോകണം. സപ്പോസ് ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. പുറത്തേക്ക് പോകണമെങ്കിൽ എന്ത് വേണം? ഈ സെൽ മെംബ്രെയിനും ഈ സെൽ മെംബ്രെയിനും ഫ്യൂസ് ചെയ്യണം. ഫ്യൂസ് ചെയ്യാൻ പറ്റുമോ? 2 നെഗറ്റീവ് ആണ്, ഫ്യൂസ് ചെയ്യാൻ പറ്റും. അവിടത്തേക്ക് നമുക്ക് ഇച്ചിരി കാൽഷ്യം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, പോസിറ്റീവ് അകത്ത് കയറുമ്പോൾ നെഗറ്റിവിറ്റി ഫ്യൂസ് ചെയ്തു, ഇത് പൊട്ടി അകത്തുനിന്ന് പുറത്തേക്ക് പോകും. സോ ഒരു സെല്ലിനകത്ത് ഒരു പണി നടക്കണമെങ്കിൽ അതിനകത്തുള്ള നെഗറ്റീവ് ചാർജ് കുറയും. റിവേഴ്സ് ദിസ് നെഗറ്റിവിറ്റി. സോ മസിൽ കൺട്രാക്ട് ചെയ്യാനായാലും ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യാനായാലും എന്ത് സംഭവം നടക്കാനായാലും, ഇപ്പൊ 2 പ്രോട്ടീനുകൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, ഇത് ജീൻ റെഗുലേഷൻ ഫാക്ടേഴ്സ് ആണെന്ന് വെച്ചു. രണ്ടും കൂടി ചേർന്ന് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ മാത്രമേ ന്യൂക്ലിയസിനകത്തേക്ക് പോകാൻ പറ്റുള്ളൂ. സോ അതിനൊക്കെ ഈ നെഗറ്റിവിറ്റി ഒരു പ്രശ്നമാണ്. സോ അതുകൊണ്ടാണ് സെല്ലിനെ നമ്മൾ എന്തെങ്കിലും നടക്കാനായിട്ട് സെല്ലിനകം പോസിറ്റീവ് ആക്കുന്നത്. സോ ഇത്രയും നേരം പറഞ്ഞത് കഥയാണ് എന്ന് തോന്നിയാലും ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എ ടീച്ചർ ക്യാൻ ടീച്ച്. ഒരു ടീച്ചർക്ക് പഠിപ്പിക്കാൻ പറ്റാവുന്ന ഏറ്റവും പരമാവധിയുള്ള കാര്യം ഇത് മാത്രമാണ്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് സ്വന്തം പഠിക്കാം. ഓക്കെ, സോ എങ്ങനെ പോസിറ്റീവ് ചാർജ് ആകും? ഇത് ചെയ്യുന്ന പരിപാടിയാണ് നമ്മൾ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുക. സോ സെല്ലിന് വേണ്ട നിർദ്ദേശങ്ങളുമായിട്ട് വരുന്ന പരിപാടിയാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ. സോ ഇഫ് എ സ്ട്രോങ് സ്റ്റിമുലസ് വന്നു കഴിഞ്ഞാൽ ന്യൂറോൺ വിൽ ഗെറ്റ് എക്സൈറ്റഡ് ആകും. ആൻഡ് ഈ സ്ട്രോങ് സ്റ്റിമുലസിനെയാണ് നമ്മൾ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുക, അല്ലെങ്കിൽ ഇമ്പൾസ് എന്ന് പറയുക. സോ പരീക്ഷയ്ക്ക് എഴുതേണ്ട കാര്യമാണ് എല്ലാവർക്കും കേൾക്കേണ്ടത്. കഥ നിർത്തൂ, ഡെഫിനിഷൻ പറയൂ എന്ന് പറയുകയാണെങ്കിൽ ഡെഫിനിഷൻ 2 ഡെഫിനിഷൻ പറയാം, ഇഷ്ടമുള്ള എടുക്കാം. ഓക്കെ, സോ ആക്ഷൻ പൊട്ടൻഷ്യൽ ഈസ് എന്താണ്? സീക്വൻസ് ഓഫ് റാപ്പിഡ്ലി ഒക്കറിങ്, വേഗത്തിൽ നടക്കുന്ന റാപ്പിഡ്ലി ഒക്കറിങ്. സോ സീക്വൻസ് ആണ്, ഒന്ന് കഴിഞ്ഞ്
ഒന്ന്. ദെൻ എന്തൊക്കെ ചെയ്യുക? ദാറ്റ് ഡിക്രീസ് ഓർ റിവേഴ്സ്. എന്തിനാണ് കുറയ്ക്കുക അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുക? ഒന്ന് സെൽ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ കുറയ്ക്കുക, അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്യുക, തിരിക്കുക. ഡിക്രീസ് എന്ന് പറയുമ്പോഴത്തേക്കും തെറ്റിപ്പോകരുത്. -90 അല്ലെങ്കിൽ 70 ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് +10 ഒക്കെ ആയിരിക്കും കിട്ടുക എന്ന് ഓർത്ത് വെച്ചാൽ ഡിക്രീസ്. ആൻഡ് മൂന്നാമത്തത് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യലിന്റെ കാര്യമാണ്. ഡിക്രീസ് ഓർ റിവേഴ്സ് ദ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ. ആൻഡ് നാലാമത്തെ കാര്യം ആൻഡ് ഇവൻച്വലി റീഇൻസ്റ്റേറ്റ്. അത് വീണ്ടും തിരിച്ചു വെക്കുക. ഓക്കെ. ആൻഡ് ഇവൻച്വലി ഇറ്റ് ടു ദ റെസ്റ്റിംഗ് സ്റ്റേറ്റ്. റെസ്റ്റിംഗ് സ്റ്റേറ്റിലേക്ക് ആക്കി തിരിച്ച് വീണ്ടും പുനഃസ്ഥാപിക്കുക. സോ ഇതാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ. സോ ഡെഫിനിഷൻ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ ഇതാണ്: സീക്വൻസ് ഓഫ് റാപ്പിഡ്ലി occurring events that decrease or reverse the action potential resting membrane potential and eventually returns to the original state. So ഇത് എഴുതാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി എളുപ്പത്തിലുള്ള ഒരു കാര്യം പറയാം. അതിൽ ആദ്യത്തെ ഇത് തന്നെ സെയിം ആണ്. സീക്വൻസ് ഓഫ് റാപ്പിഡ്ലി occurring events സെയിം ആണ്. ആൻഡ് അത്ര എഴുതി വെക്കുക. that take place in two phases. രണ്ട് ഫേസിലാണ്. ഒന്ന് ഡീപോളറൈസേഷൻ ഫേസ് എന്ന് എഴുതാം, രണ്ട് റീപോളറൈസേഷൻ. ഡീപോളറൈസ് ചെയ്യുകയും റീപോളറൈസ് ചെയ്യുന്ന രണ്ട് ഫേസിലായിട്ട് നടക്കുന്ന പരിപാടിക്കാണ് നമ്മൾ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുക. ഇനി ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ ഇപ്പോൾ ഒരു ഇവിടുന്ന് ഒരു ന്യൂറോൺ ഇവിടെ പിടിച്ചിരിക്കാന്നിരിക്കുക. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇമ്പൾസ് വരുന്നുണ്ട്. സോ ഇപ്പോഴേ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ വരികയല്ല, വന്നാൽ തന്നെ ഇവിടെ മാത്രം നിൽക്കുകയല്ല. ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ ഇങ്ങനെ അങ്ങോട്ട് പോവുകയാണ് അല്ലെ. ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ ഇങ്ങോട്ട് പോകും. സോ ഇറ്റ് ഹാപ്പൻസ് ഇൻ ദ എൻറ്റയർ ലെങ്ത്. ഈ സെല്ലിന്റെ ലെങ്ത് അല്ലെങ്കിൽ ആക്സോൺ ആണ്, ന്യൂറോൺ ആണ്. എൻറ്റയർ ലെങ്ത്തിൽ നടക്കുന്നതിനെ നമ്മൾ പ്രൊപ്പഗേഷൻ ഓഫ് ഇമ്പൾസ് എന്നാണ് പറയുക. ഇനി ഇവിടെ എത്തി, ഇവിടുന്ന് അടുത്ത ആളിലേക്ക് പോവുകയാണ്. അതിനെ നമ്മൾ പറയുക ട്രാൻസ്മിഷൻ എന്നാണ് പറയുക. സോ പ്രൊപ്പഗേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ നമുക്ക് വേറെ വേറെ വീഡിയോകളിൽ പിന്നീട് കാണാം. നമ്മൾ ഓൺലി ഇവിടെ പറയുന്നത് ഇവിടെ എങ്ങനെ ആക്ഷൻ പൊട്ടൻഷ്യൽ നടക്കുന്നു, ഇങ്ങോട്ടേക്ക് എങ്ങനെ ഫയർ ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഇവിടെ പറയുക. സപ്പോസ് ഒരു സ്റ്റിമുലസ് വരുന്നു എന്ന് കരുതുക. ഇതൊരു സ്റ്റിമുലസ് ഇവിടെ വന്നു. ഓക്കെ, സ്റ്റിമുലസ് ഇവിടെ വന്നു എന്ന് കരുതി ഇവിടെ അങ്ങോട്ട് അപ്പം തന്നെ ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവുകയല്ല. ഇച്ചിരി സമയം പിടിക്കും. അതിനെ നമ്മൾ ഒരു ലേറ്റന്റ് പീരീഡ് എന്നാണ് നമ്മൾ വിളിക്കുക. ലേറ്റന്റ് പീരീഡ് ആവശ്യമാണ്. ഒരു ബിൽഡപ്പ് വേണം. ഒറ്റയടിക്കങ്ങ് ഉണ്ടാവുകയല്ല. ഓക്കെ, സോ അതിന് ഗ്രേഡഡ് പൊട്ടൻഷ്യൽ വേണം. ഗ്രേഡഡ് പൊട്ടൻഷ്യൽ ഉണ്ടാകും. സോ ഇവിടെ നിന്ന് ഒരു ന്യൂറോൺ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അത് ഇവിടെ കുറച്ച് പോസിറ്റീവ്നെസ് ഉണ്ടാക്കുന്നു. അടുത്ത ന്യൂറോൺ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെയും പോസിറ്റീവ്നെസ് ഉണ്ടാക്കുന്നു. സോ നമ്മൾ ന്യൂറോൺ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ന്യൂറോണിന്റെ രണ്ട് സോൺ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഫെസിലിറ്റേറ്റഡ് സോൺ എന്നാണെങ്കിൽ പല ന്യൂറോണിന്റെ പല കണക്ഷൻസ് എന്ന് പല അങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് ഒരു ന്യൂറോണിന്റെ ഡിസ്ചാർജ് സോണിൽ നിന്നാണെങ്കിൽ, ആ ന്യൂറോണിന്റെ ഡിസ്ചാർജ് സോണിൽ കണക്റ്റഡ് ആണെങ്കിൽ, ഇതൊരു ന്യൂറോണിന്റെ ഡിസ്ചാർജ് സോണിൽ നിന്നുള്ള കണക്ഷൻ ആണെങ്കിൽ പെട്ടെന്ന് ഇവിടെ പോസിറ്റീവ്നെസ് വേഗം കൂടുതലായിട്ട് ഉണ്ടാകും. പക്ഷെ ഈ ഉണ്ടാകുന്നത് ഇറ്റ്സ് ബിക്കം സം -70 എന്നുള്ളത് ഒരു -55 millivolt വരെ എത്തണം. സോ ഇറ്റ് ടേക്സ് ലിറ്റിൽ ബിറ്റ് ടൈം. ആദ്യം ഇവിടെ എത്തിക്കഴിയുമ്പോഴാണ് ഇത് -55 ആയി സെല്ലിന്റെ അകമാകുമ്പോഴത്തേക്കാണ് ഇവിടെ ഈ ആക്സോൺ ഹില്ലോക്കിന്റെ അവിടെയുള്ള വോൾട്ടേജ് ഗേറ്റഡ് സോഡിയം ചാനൽ തുറക്കുന്നത്. ഓക്കെ, സോ അത്രയും നേരമുള്ള പീരീഡിനെ നമ്മൾ ലേറ്റന്റ് പീരീഡ് അല്ലെങ്കിൽ ആ സമയങ്ങളെ ഗ്രേഡഡ് പൊട്ടൻഷ്യൽ ഒക്കെ എത്തുന്ന പീരീഡുകളായിട്ടാണ് നമ്മൾ പറയുക. സോ ഗ്രേഡഡ് പൊട്ടൻഷ്യൽ ഇപ്പൊ ഇവിടെ നിന്ന് വരുന്നു. ഫെസിലിറ്റേറ്റഡ് സോണിൽ നിന്നാണ് വരുന്നതെങ്കിൽ പല ന്യൂറോണിൽ നിന്നാണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ സ്പാറ്റിയൽ സമ്മേഷൻ എന്നാണ് വിളിക്കുക. സ്പാറ്റിയൽ സമ്മേഷൻ. അല്ലാതെ ഒറ്റ ന്യൂറോൺ റിപ്പീറ്റഡ് ആയിട്ട് വരികയാണെങ്കിൽ ടെമ്പറൽ സമ്മേഷൻ. ഒറ്റ ന്യൂറോൺ ഉള്ളൂ, പക്ഷേ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ടെമ്പറൽ സമ്മേഷൻ. സോ ഒരു ടെമ്പറൽ സമ്മേഷൻ ഇങ്ങനെ കൂടുതലായിട്ട് വരാം, അല്ലെങ്കിൽ പല വരുമ്പോൾ സ്പാറ്റിയൽ സമ്മേഷൻ. ഇങ്ങനെ വന്നിട്ടാണ് ഈ ബിൽഡപ്പ് അവസാനം ഒരു -55 millivolt. സോ ഇവിടെ നിന്നും സോഡിയം കയറി, ഇവിടെ നിന്നും സോഡിയം കയറി, ഇവിടെ നിന്നും സോഡിയം കയറി -55 millivolt ആയിട്ട് മാറുന്നു. ഈ -55 millivolt നമ്മൾ വിളിക്കുക ത്രഷോൾഡ് പൊട്ടൻഷ്യൽ എന്നാണ്. സോ ഞാനിവിടെ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഒരു ഇമ്പൾസ് വന്ന ഉടനെ അത് ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ആയിട്ട് മാറുകയല്ല. ഇറ്റ് നീഡ്സ് ടു ബിക്കം എ ത്രഷോൾഡ് പൊട്ടൻഷ്യൽ ആകണം. പതിയെ ഇങ്ങനെ കയറി ഒരു പ്രത്യേക ലെവലിലേക്ക് എത്തണം. അത് -55 millivolt ആകണം. ഇനി ഈ സെല്ലിന് ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാക്കണമെങ്കിൽ എന്താ വേണ്ടത്? പൊട്ടാസ്യം ഇങ്ങോട്ട് പുറത്തേക്ക് പൊക്കൊണ്ടേയിരിക്കുക എന്നുള്ളത്. പൊട്ടാസ്യം ഇങ്ങനെ പുറത്തേക്ക് പോയി -55 millivolt ആണെങ്കിൽ ഈ ന്യൂറോണിന് സ്വന്തമായിട്ട് ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാക്കാനായിട്ട്, സോ വാട്ട് എവർ ഇറ്റ് മേ ബി, ഇറ്റ് നീഡ്സ് ടു റീച്ച് എ സ്പെഷ്യൽ ഏരിയ ദാറ്റ് ഈസ് ത്രഷോൾഡ് പൊട്ടൻഷ്യൽ എത്തണം. ഇനിയുള്ള മാറ്റങ്ങൾ പെട്ടെന്നായിരിക്കും. ഇനി റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ മാറണമെങ്കിൽ പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് വോൾട്ടേജ് ഗേറ്റഡ് സോഡിയം ചാനൽ തുറക്കുക എന്നുള്ള പരിപാടിയാണ്. നമ്മൾ വോൾട്ടേജ് ഗേറ്റഡ് സോഡിയം ചാനൽ VGNC എന്നാണ് സാധാരണ എഴുതുന്നത്. ഇത് 3 കൺഫർമേഷൻ ഓർ സ്റ്റേറ്റ്സിലിരിക്കും. ഒന്ന് ഇതാണ്. ഈ സ്റ്റേറ്റ് മീൻസ് ആക്ടിവേഷൻ ഗേറ്റ് ക്ലോസ്ഡ് ആണ്. സോ ഈ ഗേറ്റ് ക്ലോസ്ഡ് ആണ്. പക്ഷെ ഇൻആക്ടിവേഷൻ
ആക്ടിവേഷൻ ഗേറ്റ് ഓപ്പൺ ആണ്. ഇതാണ് RMP ഇരിക്കുക, റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഇരിക്കുന്ന അവസ്ഥ. ദെൻ അടുത്ത നടക്കാൻ പോകുന്ന ഡീപോളറൈസേഷൻ ഫേസിലാണെങ്കിൽ ഈ അടഞ്ഞിരുന്ന ചാനൽ ഇപ്പോൾ നോക്കുക തുറന്നിരിക്കുകയാണ്. ദിസ് ഗേറ്റ് ഈസ് ഓപ്പൺ. ഈ ഗേറ്റ് ഓൾറെഡി ഓപ്പൺ ആണ്. ഇതാണ് ഡീപോളറൈസേഷൻ ഫേസിലിരിക്കുക. ദെൻ മൂന്നാമത്തെ ഫേസിലിരിക്കുക ഇനാക്ടിവേഷൻ ഗേറ്റ് ഇപ്പോൾ അടഞ്ഞുപോയി, പക്ഷേ ഈ ഗേറ്റ് ഇപ്പോഴും ഓപ്പൺ ആയിട്ട് തന്നെ ഇരിക്കുന്ന സ്റ്റേജ് ആണ്. സോ ഇതാണ് റീപോളറൈസേഷൻ ഫേസിലിരിക്കുക. സോ ഈ ഫേസിൽ നിന്ന് ഈ ഫേസിലെത്തി ഇത് തുറക്കാൻ പറ്റുന്ന ഈ ഫേസിലേക്ക് എത്തിയാൽ മാത്രമേ വീണ്ടും എന്ത് നടക്കുള്ളൂ, ഒരു പുതിയൊരു ആക്ഷൻ പൊട്ടൻഷ്യൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഇമ്പൾസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ ഇത് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഇരിക്കുന്ന ഫേസ് ആണ്. സോ ഡീപോളറൈസേഷൻ ഫേസിൽ ഇങ്ങനെ ആവണമെങ്കിൽ അത് -55 മില്ലി വോൾട്ടിലെത്തണം. സോ വോൾട്ടേജ് ഗേറ്റഡ് സോഡിയം ചാനൽസ് ഒരു തുറക്കുന്ന ഫേസിലെത്തുന്നത് ഈ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ -55 ആ ത്രഷോൾഡ് പൊട്ടൻഷ്യൽ എത്തുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുക. അപ്പൊ ഇനി നമ്മൾ മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ ഗ്രാഫ് വെച്ചിട്ടായിരിക്കും. അപ്പൊ നിങ്ങൾ പരീക്ഷയ്ക്ക് ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫ് വരയ്ക്കുമ്പോൾ ദിസ് ഇസ് y ആക്സിസ്. y ആക്സിസിൽ നമ്മൾ എന്താ എഴുതിയിരിക്കുന്നത്, മില്ലി വോൾട്ട് ആണ് നമ്മൾ എഴുതുക. ആൻഡ് x ആക്സിസിൽ ടൈം ഇൻ മില്ലി സെക്കൻഡ്. റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ -70 മില്ലി വോൾട്ട് ഇങ്ങനെ പോകുമ്പോൾ പതിയെ ഇവിടെ എത്തി. ഓക്കെ, ഈ കാര്യങ്ങൾ ഉണ്ടാവുന്നതിന് നമ്മൾ പറഞ്ഞ സ്പാഷ്യൽ സമ്മേഷൻ, ടെമ്പറൽ സമ്മേഷൻ, ദെൻ ഗ്രേഡഡ് പൊട്ടൻഷ്യൽ ഒക്കെ വന്നു. ഇങ്ങനെ വന്നു ഇറ്റ് പ്രൊഡ്യൂസസ് അൾട്ടിമേറ്റ്ലി ദിസ് ഈസ് ത്രഷോൾഡ് പൊട്ടൻഷ്യൽ. ഇനി ഇവിടെ വെച്ചിട്ടാണ് എന്താ സംഭവിക്കുക, നെക്സ്റ്റ് ഫേസ്, ദാറ്റ് ഈസ് ദ ഡീപോളറൈസേഷൻ ഫേസ്. സോ ദീസ് പച്ച കളറിൽ വരച്ചിരിക്കുന്നതാണ് ഡീപോളറൈസേഷൻ ഫേസ് ആൻഡ് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഓപ്പണിംഗ് ഓഫ് സോഡിയം ചാനൽ. വോൾട്ടേജ് ഗേറ്റഡ് സോഡിയം ചാനൽ ഇപ്പോൾ തുറന്നു. വോൾട്ടേജ് ഗേറ്റഡ് സോഡിയം ചാനൽ തുറക്കുകയാണ്. ഇത് വോൾട്ടേജ് ഗേറ്റഡ് സോഡിയം ചാനലാണ്. സെല്ലിന്റെ അകത്തേക്ക് തുറന്നു. സോ സോഡിയം അകത്തേക്ക് ഇങ്ങനെ അരച്ച് കയറും. സോഡിയം അകത്തേക്ക് കയറുമ്പോൾ -55 ആയിരുന്നു, അത് അതിന്റെ വോൾട്ടേജ് 0-ലെത്തി. 0 to +30 വരെയൊക്കെ എത്താം. ഓക്കെ, +30 വരെയൊക്കെ എത്തുമ്പോഴത്തേക്കും ഈ ചാനൽ അടയുന്നു. ബിക്കോസ് ഇറ്റ് ഈസ് സെൻസിറ്റീവ് ടു ഓൺലി വോൾട്ടേജ് ഓഫ് -55 to +30. ഈ വോൾട്ടേജിനിടയിൽ മാത്രമേ ഇതിന് തുറന്നിരിക്കാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് വോൾട്ടേജ് ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് അതങ്ങ് അടയും. ഓക്കെ, സോ ദിസ് ഈസ് നൗ ക്ലോസ്ഡ്. ദിസ് ഫേസ് ഈസ് ദ ഡീപോളറൈസിംഗ്. പേര് പ്രത്യേകം ഓർക്കുക, ഡി ആണ്, ഡീപോളറൈസേഷൻ. ബിക്കോസ് പോസിറ്റീവ് പുറത്തുണ്ടായിരുന്നത്, നെഗറ്റീവ് അകത്തുണ്ടായിരുന്നത് ഇപ്പോൾ എങ്ങനെയായി, ഇപ്പോൾ ഇവിടെ പോസിറ്റീവായി, ഇവിടെ നെഗറ്റീവായി. ഇതാണ് സെൽ മെമ്പർ. ഓക്കെ, സോ ഇങ്ങനെ ആവുന്നതിനാണ് നമ്മൾ ഡീപോളറൈസേഷൻ, നേരെ തിരിഞ്ഞു ഡീപോളറൈസേഷൻ ഫേസ് എന്ന് പറയുന്നത്. സോ പരീക്ഷയ്ക്ക് വാട്ട് ഈസ് ഡീപോളറൈസേഷൻ ഫേസ്, എന്താണ് സംഭവിക്കുക, ഈ കാര്യം എഴുതുക. പ്ലസ് അഡീഷണലി ഏത് ചാനലാണ് തുറന്നത് എന്ന കാര്യം എഴുതുക. ഈ ചാനൽ ഇത്ര ആകുമ്പോഴത്തേക്കും ഈ ചാനൽ അങ്ങ് അടയുന്നു. ഈ ചാനൽ അടയുമ്പോഴത്തേക്കും നേരത്തെ ഒരു ചാനൽ ഇവിടെ വെച്ച് തന്നെ തുറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ അണ്ണൻ ഇവിടെ ആകുമ്പോഴാണ് തുറക്കാൻ. ദാറ്റ് ചാനൽ ഈസ് പൊട്ടാസ്യം ചാനൽ. ഇപ്പോഴത്തേക്കും ഇത്ര ആകുമ്പോഴത്തേക്കും പൊട്ടാസ്യം ചാനൽ തുറന്നു. പൊട്ടാസ്യം ചാനൽ തുറന്നു കഴിയുമ്പോഴത്തേക്കും പൊട്ടാസ്യം പുറത്തേക്ക് പോകും. സോ സെൽ മെംബ്രെയിൻ, വീണ്ടും സെൽ മെംബ്രെയിൻ ഇതാണ്. പൊട്ടാസ്യം അകത്ത് ഇഷ്ടം പോലെ കിടക്കുന്നുണ്ടായിരുന്നു. ഈ ചാനൽ തുറക്കുന്നു. സോ ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ പൊട്ടാസ്യം ചാനൽ തുറക്കുന്നു. പൊട്ടാസ്യം ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വേഗം. സോ പൊട്ടാസ്യം പോസിറ്റീവ് ആണ്, അകത്തുനിന്ന് പൊക്കൊണ്ടിരിക്കുമ്പോൾ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കും. ഇവിടെ വീണ്ടും പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കും. സോ അഗെയിൻ ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ റീപോളറൈസേഷൻ ഫേസ്. ഇവിടെ വാക്ക് റീ എന്നാണ്. ആൻഡ് ദാറ്റ് ഈസ് ഡ്യൂ ടു പൊട്ടാസ്യം ചാനൽ ഓപ്പണിംഗ്. വോൾട്ടേജ് ഗേറ്റഡ് പൊട്ടാസ്യം ചാനൽ തുറക്കുന്നത് കൊണ്ടാണ് റീപോളറൈസിംഗ് ഫേസ് ആകുന്നത്. ഇനി -55 ആകുമ്പോഴത്തേക്കും ഈ എഫ്ലക്സ് പൊട്ടാസ്യം പോകുന്നതിന്റെ വേഗത സ്ലോ ആകുന്നു. സോ പുറത്തേക്ക് പോകുന്നതിന് എഫ്ലക്സ് എന്നാണ്, അകത്തേക്ക് കയറുന്നതിന് ഇൻഫ്ലക്സ് എന്നുള്ള വാക്കായിരിക്കും നമ്മൾ സാധാരണ ഉപയോഗിക്കുക. ദിസ് എഫ്ലക്സ് ബിക്കം സ്ലോ ആൻഡ് ഈ സ്റ്റേജിനെ നമ്മൾ വിളിക്കുക ആഫ്റ്റർ ഡീപോളറൈസേഷൻ ഫേസ് എന്നാണ്. ആഫ്റ്റർ ഡീപോളറൈസേഷൻ ഫേസ് എന്നാണ് നമ്മൾ ഈ ഫേസിനെ വിളിക്കുക. ദെൻ അത് 70 വരെ എത്തുന്നു. പിന്നെ അവിടുന്ന് -90 വരെ എത്താം. ഈ -90 നമ്മൾ ഓൾറെഡി പറഞ്ഞു, പൊട്ടാസ്യത്തിന് -90 വരെ എത്താമെന്ന് നേഴ്സ്റ്റ് പൊട്ടൻഷ്യൽ വഴി നമ്മൾ പറഞ്ഞു. സോ ഈ ഫേസിൽ ദിസ് ഫേസ് ഈസ് കോൾഡ് ആസ് ദ ആഫ്റ്റർ ഹൈപ്പർ പോളറൈസിംഗ് ഫേസ്. സോ ഈ ഫേസിനെ നമ്മൾ ആഫ്റ്റർ ഹൈപ്പർ പോളറൈസിംഗ് ഫേസ് എന്നാണ് നമ്മൾ പറയുക. ഇത് സംഭവിക്കാൻ കാരണം, ദിസ് ഫേസ് സംഭവിക്കാൻ കാരണം എന്താ വെച്ചാൽ പൊട്ടാസ്യം ചാനൽസ് ആർ സ്ലോ ടു ഓപ്പൺ ആൻഡ് ദീസ് ആർ സ്ലോ ടു ക്ലോസ്. പൊട്ടാസ്യം ചാനലിന്റെ പ്രശ്നം അതാണ്, പതിയെ തുറക്കത്തുള്ളൂ, പക്ഷെ പതിയെ അടയത്തും ഉള്ളൂ. സോഡിയം ചാനൽ ക്വിക്കായിട്ട് തുറന്നു, ഇവിടെ എത്തുമ്പോൾ പെട്ടെന്ന് ഒറ്റ അടയിലാണ് സംഭവിച്ചത്. ഇനിയിപ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെ വരുമ്പോൾ വീണ്ടും സോഡിയം പൊട്ടാസ്യം ATPase വർക്ക് ചെയ്യും, സോഡിയത്തെ പിടിച്ച് പുറത്തേക്ക് കളയും. ഓക്കെ, സോ സോഡിയം, ഈ അകത്ത് കയറിയ സോഡിയത്തെ ATPase വർക്ക് ചെയ്തിട്ട്, സോഡിയം പൊട്ടാസ്യം ATPase വർക്ക് ചെയ്തിട്ട് സോഡിയം പുറത്തേക്ക് തള്ളും. പകരം 2 പൊട്ടാസ്യം മാത്രമായിരിക്കും അകത്തേക്ക് കയറുക. സോ വീണ്ടും റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ വീണ്ടും പഴയപടിയായി. സോ ഇതാണ് എന്ത്, ആക്ഷൻ പൊട്ടൻഷ്യൽ. സോ ആക്ഷൻ പൊട്ടൻഷ്യൽ എഴുതേണ്ടത് ഒന്ന് ഈ ഭാഗത്തെ കുറിച്ച് എഴുതണം, ത്രഷോൾഡ് പൊട്ടൻഷ്യലെ കുറിച്ച് എഴുതണം, ഡീപോളറൈസിംഗ് ഫേസിനെ കുറിച്ച് എഴുതണം, റീപോളറൈസിംഗ്. സോ എഴുതേണ്ട ഇത്ര ഉള്ളൂ.
ഏത് ചാനലാണ് തുറക്കുന്നത്, എത്ര വോൾട്ടേജിൽ നിന്ന് എത്ര വോൾട്ടേജ്, വിച്ച് ചാനൽ ഈസ് ഓപ്പൺ, ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ മതി. ദെൻ ആഫ്റ്റർ ഡീപോളറൈസേഷൻ ഫേസ് എഴുതുക, ആഫ്റ്റർ ഹൈപ്പർ പോളറൈസിങ് ഫേസ് എഴുതുക. ഇനി നമുക്ക് അവസാനമായിട്ട് പറയാനുള്ളത് റിഫ്രാക്ടറി പീരീഡിനെ കുറിച്ചിട്ടാണ്. റിഫ്രാക്ടറി പീരീഡ് എന്താണ്? റിഫ്രാക്ടറി പീരീഡ് എന്ന് പറയാം. സോ എന്താണ് റിഫ്രാക്ടറി എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ഫലമില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ നമ്മളെ ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുമ്പോൾ നിങ്ങളെയൊന്നും പഠിപ്പിച്ചിട്ടൊരു കാര്യമില്ല എന്ന് വെച്ചാൽ റിഫ്രാക്ടറി ആണ്, ഒന്നും ചെയ്തിട്ടൊരു കാര്യമില്ല. സോ എന്തിനാണ് ഫലമില്ലാത്തത്? ഇമ്പൾസ് വന്നിട്ടാണ് ഫലം. ഒരു പുതിയ ഇമ്പൾസ് വന്നിട്ട് ഒരു കാര്യവും നടക്കാതെ തിരിച്ചു പോകുന്ന അവസ്ഥ വരികയാണെങ്കിൽ അതിനാണ് നമ്മൾ റിഫ്രാക്ടറി എന്ന് പറയുന്നത്. സോ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ നടക്കുമ്പോൾ മറ്റൊരു ആക്ഷൻ പൊട്ടൻഷ്യൽ വന്നാൽ ന്യൂറോൺ ഓർ സെൽ റെസ്പോണ്ട് ചെയ്യുമോ ഇല്ലയോ എന്ന് പറയുന്നതിനാണ് നമ്മൾ റിഫ്രാക്ടറി പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും ഇറ്റ്സ് എ ടൈം ആണ്. ടൈമിനെ പറ്റിയാണ് നമ്മൾ, ടൈം പീരീഡ് ആണ്. സോ ആക്ഷൻ പൊട്ടൻഷ്യൽ വന്നു, അതൊരു ഇമ്പൾസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോഴാണ് രണ്ടാമത്തെ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാക്കാൻ വരും. സോ റിഫ്രാക്ടറി പീരീഡ് ഇസ് ദ ടൈം പീരീഡ് വേർ എ സെക്കൻഡ് ആക്ഷൻ പൊട്ടൻഷ്യൽ cannot produce or cannot produce എന്ന് പകരം ഇവോക്ക് എന്നാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുക. ഇവോക്ക് എ റെസ്പോൺസ്. രണ്ടാമത് വരുന്ന ഒരു ആക്ഷൻ പൊട്ടൻഷ്യലിന് ഒരു റെസ്പോൺസ് ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ രണ്ടാമത് വരുന്ന ആ സമയം, ഏത് സമയത്താണോ പറ്റാത്തത് ആ സമയം, ദ ടൈം പീരീഡിനെയാണ് നമ്മൾ റിഫ്രാക്ടറി പീരീഡ് എന്ന് പറയുക. സോ ഇറ്റ്സ് ദ ടൈം പീരീഡ് ആഫ്റ്റർ വൺ ആക്ഷൻ പൊട്ടൻഷ്യൽ വേർ an excitable cell cannot generate an action potential. So ടൈം പീരീഡ് ആണ്. ടൈം പീരീഡ് ആഫ്റ്റർ ആൻ ആക്ഷൻ പൊട്ടൻഷ്യൽ, ഒരു ആക്ഷൻ പൊട്ടൻഷ്യലിന് ശേഷമാണ് വേർ ആൻ എക്സൈറ്റബിൾ സെൽ, ഒരു എക്സൈറ്റബിൾ സെല്ലിനാണ് പറ്റിയാണ് നമ്മൾ പറയുന്നത്, cannot generate an action potential, രണ്ടാമതൊരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അതിനെയാണ് നമ്മൾ റിഫ്രാക്ടറി പീരീഡ് എന്ന് പറയും. സോ ഇതിനെ നമുക്ക് രണ്ടവസ്ഥയാക്കി തിരിക്കാം. ഒന്ന്, എന്ത് വന്നാലും പറ്റാത്ത അവസ്ഥ, എത്ര ശക്തിയിൽ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ വന്നാലും പറ്റാത്ത അവസ്ഥയാണ്, അതിനെ അബ്സല്യൂട്ട് റിഫ്രാക്ടറി പീരീഡ്, ഒന്നും നടക്കാത്ത അവസ്ഥ, വിട്ടു പോവുക തന്നെ. രണ്ടാമത്തത് ചിലപ്പോൾ പറ്റിയേക്കാം, ഇഫ് ദ ഇമ്പൾസ് ഈസ് സ്ട്രോങ്, അതിനെ നമ്മൾ പറയാ റിലേറ്റീവ് റിഫ്രാക്ടറി പീരീഡ് എന്നാണ് പറയുന്നത്. സോ ദിസ് ക്യാൻ ഇവോക്ക് എ റെസ്പോൺസ്. ആബ്സല്യൂട്ടിലാണെങ്കിൽ ദിസ് കനോട്ട് എലിസിറ്റ് എ റെസ്പോൺസ്. സോ ഇൻ ആബ്സെൻസ് ഈവൻ എ സ്ട്രോങ് സ്റ്റിമുലസ് കനോട്ട് ഇവോക്ക് ആൻ ആക്ഷൻ പൊട്ടൻഷ്യൽ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഡിയം ചാനലിന്റെ ഇനാക്ടിവേഷൻ ആണ് ഇതിന് കാരണം. സോ ആബ്സല്യൂട്ട് റിഫ്രാക്ടറി പീരീഡ് ഈസ് ബിക്കോസ് ഓഫ് ഇനാക്ടിവേഷൻ ഓഫ് സോഡിയം ചാനൽ. സോഡിയം ചാനൽ ഇപ്പോൾ ഇനാക്ടിവേറ്റഡ് സോഡിയം ചാനൽ തുറക്കാൻ പറ്റില്ല. ഓക്കെ, ഇനാക്ടിവേറ്റഡ് ആയിട്ടിരിക്കുന്ന സോഡിയം ചാനൽ തുറക്കാൻ പറ്റില്ല. ആൻഡ് ഇതിനെക്കുറിച്ച് വേറെ പറയാനുള്ളത്, ലാർജ് ആക്സോൺ ആണെങ്കിൽ, നമ്മളിപ്പോൾ എ ഫൈബേഴ്സ് ഒക്കെ പറഞ്ഞു, എ ഫൈബേഴ്സിനൊക്കെ ആണെങ്കിൽ സ്മോൾ റിഫ്രാക്ടറി പീരീഡേ ഉള്ളൂ, ബ്രീഫ് റിഫ്രാക്ടറി പീരീഡ്. ഇപ്പോൾ ഏത് കാലഘട്ടമാണെന്ന് വെച്ചാൽ +32 -70 വരെയുള്ള ആ ആക്ഷൻ പൊട്ടൻഷ്യൽ വരെയാണെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെയുള്ള ആ സമയമാണ് ആബ്സല്യൂട്ട് റിഫ്രാക്ടറി പീരീഡ് എന്ന് നമ്മൾ പറയുക. ഇൻ റിലേറ്റീവ് റിഫ്രാക്ടറി പീരീഡ്, രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും വീണ്ടും വരയ്ക്കുകയാണെങ്കിൽ ഇത് -70 ആണെങ്കിൽ ഇങ്ങോട്ട് താഴെയുള്ള ആ -70 to ഇവിടെ പക്ഷെ അങ്ങനെയല്ല. ഇഫ് ദ സ്റ്റിമുലസ് ഈസ് സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റിമുലസ് ആണ് വരെയാണ്, ഇപ്പൊ കാശും പണവും അധികാരമൊക്കെ ഉള്ള വരെയാണെങ്കിൽ നമ്മൾ വെറുപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുക എന്ന പോലെ ഈ സമയത്ത് ഇവിടെ ഒരു ഇവോക്ക് റെസ്പോൺസ് ചെയ്യാനായിട്ട് പറ്റും. ബിക്കോസ് ദ സോഡിയം ചാനൽ ഈസ് ഇൻ ദ റെസ്റ്റിംഗ് സ്റ്റേജ്. സോഡിയം ചാനൽ ഇപ്പോൾ ഇനാക്ടിവേറ്റഡ് സ്റ്റേജ് അല്ല, റെസ്റ്റിംഗ് സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. റെസ്റ്റിംഗ് സ്റ്റേജ് ആണ്, ഏജ് അല്ല, റെസ്റ്റിംഗ് സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ദിസ് ക്യാൻ ഇവോക്ക് ആൻ ആക്ഷൻ പൊട്ടൻഷ്യൽ. സോ ആഫ്റ്റർ ഹൈപ്പർ പോളറൈസിംഗ് ഫേസിൽ ഇതിന് ഒരു റെസ്പോൺസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. സോ ഇതാണ് റിഫ്രാക്ടറി പീരീഡ്. സോ ദിസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാർഡിയക് അരിത്മിയൊക്കെ പഠിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ മസിൽ ഇങ്ങനെ ടെറ്റനി ഇങ്ങനെയൊക്കെ പഠിക്കുമ്പോഴത്തേക്കും നമ്മൾക്ക് റിഫ്രാക്ടറി പീരീഡിനെ കുറിച്ച് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, നമ്മൾ പറഞ്ഞത് വാട്ട് ഈസ് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ പറഞ്ഞു, വാട്ട് ഈസ് ആക്ഷൻ പൊട്ടൻഷ്യൽ പറഞ്ഞു, അതിൻ്റെ ഫേസസ് നമ്മൾ പറഞ്ഞു, ദെൻ നമ്മൾ പറഞ്ഞത് റിഫ്രാക്ടറി പീരീഡ്. അപ്പോൾ പരീക്ഷയ്ക്ക് ഞാൻ ഈ പറയുന്നത് മൊത്തം എഴുതേണ്ട ആവശ്യമില്ല, വാട്ട് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അത് മാത്രം തിരഞ്ഞെടുത്ത് എഴുതാൻ പഠിക്കുന്നതാണ് പഠനം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.